അപ്പൊ നമുക്ക് ഇവിടെ ഇനിയുള്ളത് എച്ച് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് എ ഇൻവേഴ്സ് ഇവിടെ ഉണ്ടെന്ന് കാണിച്ചാൽ മതി. അപ്പൊ എച്ച് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? എച്ച് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എ ആണ്, എഫ് ഓഫ് എ ഇൻവേഴ്സ്. അപ്പൊ നമ്മൾ കുറച്ച് നേരത്തെ മുന്നേ കണ്ടതാണ് എഫ് ഓഫ് എ ഇൻവേഴ്സിന് നമുക്ക് എഫ് ഓഫ് എ ഇൻവേഴ്സ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്തുകൂടി പ്രൂവ് ചെയ്യേണ്ടി വരും? എഫ് ഓഫ് എ ഇൻവേഴ്സ് ഈക്വൽ ടു എഫ് ഓഫ് എ ഇൻവേഴ്സ് എലമെന്റ് ഓഫ് ആ ഒരു ബിയിലല്ലേ നമ്മളത് കണ്ട്, അതും കൂടി ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും? പ്രൂവ് ചെയ്യേണ്ടി വരും. ഇത് എലമെന്റ് ഓഫ് എഫ് ഓഫ് എസ് എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇതെന്ത് പറയാം? എഫ് ഓഫ് എസ് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. 30 മിനിറ്റ് ആണ് ഓഡിയോ നിൽക്കുള്ളൂ, അതുകൊണ്ടാണ് അത് ഈ ഒരു ഭാഗം കട്ടായി പോയിണ്ടായിരുന്നു നേരത്തെ വീഡിയോയില്. ഇനി അടുത്ത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എ എലമെന്റ് ഓഫ് ജി. അങ്ങനെയാണ് വിത്ത് ഓർഡർ ഓഫ് എ ഈക്വൽ ടു എൻ. ഒരു എലമെന്റിന്റെ ഓർഡർ എൻ ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് കിട്ടുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, എ റേസ് ടു എന്നിൽ നമുക്ക് എന്ത് വരും? ഇ വരും. ഇഫ് കെ എലമെന്റ് ഓഫ് സെഡ് ആൻഡ് എ റേസ് ടു കെ ഈക്വൽ ടു ഇ. ഈ ഓർഡറിന്റെ ഡെഫിനിഷൻ പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐഡന്റിറ്റി കിട്ടുന്ന ഏറ്റവും കുഞ്ഞു പവറിനെ വിളിക്കുന്ന പേരാണെന്ത്? ഓർഡർ. അപ്പൊ ഇവിടെ നമുക്ക് പറയണത് എ റേസ് ടു കെയും എന്താന്ന് പറയുന്നുണ്ട്? ഐഡന്റിറ്റി ആണ് പറയുന്നത്. ദെൻ എൻ ഡിവൈഡ്സ് കെ എന്ന് നമുക്ക് എന്ത് ചെയ്യണം? എൻ ഡിവൈഡ്സ് കെ എന്ന് പറയുന്നത് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എന്തെടുത്തു? ഇപ്പൊ ഓർഡർ ഓഫ് എ ഈക്വൽ ടു എൻ ആണെങ്കിൽ then n is a least positive integer such that a raised to n equal to e. അത് ഓർഡറിന്റെ ഡെഫിനിഷൻ നമുക്ക് എന്ത് എഴുതാം? ഈ അങ്ങനെ പറഞ്ഞിട്ട് എഴുതാം. ഈ കെ എന്ന് പറയുന്നത് എന്താണ്? എന്തായാലും എന്നിനേക്കാളും വലുതാണ്. അപ്പൊ നമുക്ക് ഡിവിഷൻ അൽഗോരിതം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഏതൊരു കുഞ്ഞിനോ ഈ കെ ഗ്രേറ്റർ ദാൻ എൻ, ഇങ്ങനെ ഇതൊക്കെ ഇൻറ്റീജേഴ്സ് ആണെങ്കിൽ ബൈ ഡിവിഷൻ അൽഗോരിതം വെച്ച് നമുക്ക് എന്ത് പറയാം? കെ ഈക്വൽ ടു എൻ ക്യൂ പ്ലസ് ആർ എന്ന് എഴുതണം. ഇപ്പൊ ഇവിടെ നമുക്ക് എൻ ഡിവൈഡ്സ് കെ എന്ന് കിട്ടണമെങ്കിൽ നമ്മുടെ എയിം എന്താ? ഈ ക്ലെയിം എന്ന് പറഞ്ഞിട്ട് എഴുതണത് എന്താ വെച്ചാൽ ഇതാണ് നമ്മുടെ ടാർഗറ്റ്. എങ്ങനെയെങ്കിലും നമ്മൾ എന്ത് കാണിക്കണം? കെ ഈക്വൽ ടു എൻ കെ എന്ന് എഴുതണം. ഇനി ഇവിടെ ആറിന്റെ വാല്യൂ എന്തായിരിക്കും? റിമൈൻഡർ ആണല്ലോ ആറ്. അപ്പൊ കെ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ റിമൈൻഡർ മാക്സിമം എത്ര വരെ വരുള്ളൂ? എൻ വരെ വരുള്ളൂ. ഇപ്പോ എന്ത് വരാം? സീറോയും വരാം. മാക്സിമം എൻ വരെ വരുള്ളൂ. ഇത് കറക്റ്റ് ഇങ്ങനെ തന്നെ എഴുതണം കേട്ടാ. ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യണത്? കോൺട്രഡിക്ഷൻ എടുത്ത് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഈ സാധനം എഴുതാൻ വിട്ടുപോകരുത്. ഇതൊക്കെ എഴുതാൻ വിട്ടുപോയാൽ മാർക്ക് അങ്ങോട്ട് പോവും. where r is a positive integer. എന്റെ ടാർഗറ്റ് എന്താണ്? k ഈക്വൽ ടു എൻ ക്യൂ എന്ന് കാണിക്കണം. അപ്പൊ ഇവര് തന്നിട്ടുള്ളത് എന്താണ്? ഇ ഈക്വൽ ടു എ റേസ് ടു കെ എന്ന് തന്നിട്ടുണ്ട്. എനിക്ക് എ റേസ് ടു കെ എങ്ങനെ എഴുതാം? എ റേസ് ടു എൻ ക്യൂ പ്ലസ് ആർ എന്ന് എഴുതാം. ഇത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? എ റേസ് ടു എൻ ക്യൂ ഇൻറ്റു എ റേസ് ടു ആർ. ഇനി എ റേസ് ടു ആറിനെ കുറിച്ച് എനിക്കറിയില്ല. എ റേസ് ടു എന്നിന്റെ വാല്യൂ എന്താന്ന് എനിക്കറിയാം. എ റേസ് ടു എന്നിന്റെ വാല്യൂ ആണ്, എയുടെ ഓർഡർ ആണ് എൻ. അപ്പൊ എ റേസ് ടു എൻ എന്ത് കണ്ടോ? ഇ ആണ് കിട്ടിയേക്കണത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇ റേസ് ടു ക്യൂ ഇൻറ്റു എന്ത് കിട്ടും? എ റേസ് ടു ആർ. ഇ റേസ് ടു ക്യൂവിന്റെ വാല്യൂ എന്താണ്? ഐഡന്റിറ്റി ആണിത്. അപ്പോ ഇ റേസ് ടു ക്യൂവിന്റെ വാല്യൂ ഇ ആണ്. ഇ ഇൻറ്റു എ റേസ് ടു ആർ. ഐഡന്റിറ്റിന്റെ എലമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എലമെന്റ് തന്നെ കിട്ടും. അതാണ് അതിന്റെ ഡെഫിനിഷൻ. അപ്പോ ഇവിടെ നമുക്ക് എന്താ കിട്ടിയേക്കണേ? എ റേസ് ടു ആറിൽ ഐഡന്റിറ്റി കിട്ടി എന്നാ പറയണത്. ഈ ആറ് എന്ന് പറയുന്നത് എന്നിനേക്കാളും ചെറുതാണ്. നമ്മുടെ ഓർഡറിന്റെ ഡെഫിനിഷൻ പ്രകാരം ഐഡന്റിറ്റി കിട്ടുന്ന ഏറ്റവും കുഞ്ഞു വാല്യൂ ആണ് ആര്? എൻ. ഇപ്പൊ നമുക്ക് ഐഡന്റിറ്റി എവിടെ നിന്ന് കിട്ടി? ആറിന്ന് കിട്ടി. അതാണ് എ റേസ് ടു ആർ ഈക്വൽ ടു ഐഡന്റിറ്റി കിട്ടി. അങ്ങനെയാണെങ്കിൽ എന്റെ ഓർഡർ ആറല്ല ആവണ്ടേ? പക്ഷെ ഇവിടെ എന്താ ശരിക്കും എന്തല്ല എന്നാണ്. അപ്പൊ നമുക്ക് ഈ കോൺട്രഡിക്ഷൻ വരാൻ കാരണം എന്താ? കെ ഈക്വൽ ടു എൻ ക്യൂ പ്ലസ് ആർ എന്ന് എടുക്കണമാണ്. അപ്പൊ നമ്മൾ അങ്ങനെയല്ല എടുക്കാൻ പാടുള്ളൂ. കെ ഈക്വൽ ടു എൻ ക്യൂ ആണ്. ഇവിടുന്ന് തന്നെ നമുക്ക് എന്ത് പറയാം? എൻ ഡിവൈഡ്സ് കെ. അത് എളുപ്പമുള്ളൊരു പ്രൂഫാണ്. ഇതെല്ലാ തിയറം പ്രൂഫൊക്കെ എഴുതി തന്നെ പഠിച്ചു നോക്കണം കേട്ടോ എക്സാമിന് പോകുമ്പോ. ഇത് അടുത്തത് ക്വസ്റ്റ്യന് കാണാല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. എന്തായാലും എന്താണ്? ജി ബി എ സൈക്ലിക് ഗ്രൂപ്പ് ആൻഡ് എച്ച്
ഒരു സൈക്ലിക് ഗ്രൂപ്പിന്റെ സബ് ഗ്രൂപ്പും സൈക്ലിക് ആണ്. പ്രൂവ് ദാറ്റ് എവറി സബ് ഗ്രൂപ്പ് ഓഫ് എ സൈക്ലിക് ഗ്രൂപ്പ് ഈസ് സൈക്ലിക്. അതാണ് എന്റെ ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് എവറി സബ് ഗ്രൂപ്പ് ഓഫ് എ സൈക്ലിക് ഗ്രൂപ്പ് ഈസ് സൈക്ലിക്. അപ്പൊ നമുക്ക് ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ജി ഒരു സൈക്ലിക് ഗ്രൂപ്പാണ്. ഓക്കെ, സൈക്ലിക് ഗ്രൂപ്പ് എന്ന് കേട്ടിടണം നമ്മുടെ മനസ്സിലേക്ക് എന്ത് പോകണം? അതിനൊരു ജനറേറ്റർ ഉണ്ടായിരിക്കും. ആ ജനറേറ്ററിനെ ഞാൻ എന്ത് വിളിച്ചു? എ ആണ് എന്റെ ജനറേറ്റർ. ജനറേറ്റർ മീൻസ് എന്താണ്? ആ ഒരു എലമെന്റ് വെച്ചിട്ട് നമുക്ക് ഫുൾ ഗ്രൂപ്പിനെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമ്മളുടെ ക്ലെയിം, അതായത് നമ്മുടെ ടാർഗറ്റ്, നമ്മൾ എങ്ങനെയെങ്കിലും എന്ത് കാണിക്കണം? എച്ച് ഈസ് എ സൈക്ലിക് ഗ്രൂപ്പ് എന്ന് കാണിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ കേസ് 1 കേസ് 2 ആയിട്ട് എടുക്കാണ്. എച്ച് ഐഡന്റിറ്റി ആണെങ്കിൽ ഐഡന്റിറ്റി എന്തായാലും ഒരു എലമെന്റ് ഉള്ള ഗ്രൂപ്പില് ഐഡന്റിറ്റി മാത്രമേ ഉള്ളൂ ആ ഗ്രൂപ്പില്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രൂവ് ചെയ്യാനുണ്ടോ? ജനറേറ്റ് ചെയ്യാൻ ഇ തന്നെ മതിയല്ലോ. ഒരു എലമെന്റ് ഉള്ളെങ്കിൽ നമുക്ക് ഒന്നും പ്രൂവ് ചെയ്യാനൊന്നുമില്ല. അപ്പൊ എച്ച് നോട്ട് ഈക്വൽ ടു ഈ ഐഡന്റിറ്റി എന്ന് നമ്മൾ എടുത്തു. എന്റെ എയിം വെച്ച് എച്ച് ഈസ് എ സൈക്ലിക് ഗ്രൂപ്പ് ആണ്. അതായത് എച്ചിന് ഏതോ ഒരു ജനറേറ്റർ ഉണ്ടെന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പൊ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ എച്ച് നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ചിന് എന്തുണ്ട്? മോർ ദാൻ ജസ്റ്റ് ഐഡന്റിറ്റി. ഐഡന്റിറ്റി അല്ലാണ്ട് വേറെ ആരൊക്കെ ഉണ്ട് എന്നാണ് ഇപ്പൊ പറയണത്. പിന്നെ ജിയിലെ എല്ലാ എലമെന്റ്സും എ റേസ് ടു എന്ന് പറഞ്ഞിട്ടാണ് നിൽക്കണത് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇറ്റ് മസ്റ്റ് കണ്ടെയ്ൻ സം എലമെന്റ്സ് ഓഫ് ഫോം എ റേസ് ടു കെ ഫോമിലാണ് എവിടെ ഉണ്ടാവുക? എച്ചിലാണെങ്കിലും ജിയിലാണെങ്കിലും എലമെന്റ്സ് ഉണ്ടാവുക. കാരണം എ എന്ന് പറയുന്ന ആൾ ആരാണ്? ജനറേറ്റർ ആണ്. നമ്മൾ എടുക്കാണ് എച്ചിലുള്ള ഏറ്റവും കുഞ്ഞു പവറിലുള്ള എലമെന്റ് ആണ് എ റേസ് ടു ടി. എ റേസ് ടു ടി എലമെന്റ് ഓഫ് എച്ച് ആണ്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ലെറ്റ് ടി ബി എ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇന്റീജർ സച്ച് ദാറ്റ് എ റേസ് ടു ടി എലമെന്റ് ഓഫ് എച്ച്. എച്ചിലുള്ള എലമെന്റ്സിൽ ഏറ്റവും കുഞ്ഞു ആളേനെയാണ് എന്ത് പറയണത്? എ റേസ് ടു ടി. ഇനി ഞാൻ എന്ത് ചെയ്തു? ബിയിലുള്ള ഒരു എലമെന്റ്, എച്ചിൽ തന്നെയുള്ള വേറൊരു എലമെന്റിനെ ഞാൻ എടുത്തു. നമ്മുടെ എയിം എന്താണ്? ഇവര് ആരാന്ന് കാണിക്കണം? സൈക്ലിക് സബ് ഗ്രൂപ്പ് ആണെന്ന് കാണിക്കണം. അതായത് എ റേസ് ടു ടി എല്ലാത്തിന്റെയും ജനറേറ്റർ ആണെന്നുള്ള രീതിക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കാര്യം കിട്ടി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ബി എലമെന്റ് ഓഫ് എച്ച്, ആർബിറ്ററി ആയിട്ട് എച്ചിലുള്ള ഒരു എലമെന്റ് എടുത്തു. അത് ഇനിയിപ്പോ കാണിക്കാൻ പോണത് ഈ ബിനെ ഞാൻ എ റേസ് ടു ടി വെച്ചിട്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ എന്ത് എഴുതി? എന്തായാലും എച്ചിന്ന് എടുത്ത എലമെന്റ് ആണ്. അത് എ റേസ് ടു ഏതോ ഒരു പവർ രൂപത്തിൽ നിൽക്കണം. ഞാൻ അതിനെ എസ് എന്ന് വിളിച്ചു. ഫോർ എസ് എലമെന്റ് ഓഫ് എച്ച്. അപ്പൊ ഇതിൽ എഴുതുന്ന സമയത്ത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആറ് ലെസ് ദാൻ ടി എന്നാട്ടോ. നോട്ടിൽ അത് തെറ്റിയിട്ടുണ്ട്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് ഒരിക്കലും എഴുതരുത്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആറ് ലെസ് ദാൻ ടി തന്നെ കറക്റ്റ് ആയിട്ട് എഴുതണം. അപ്പൊ എസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? ക്യൂ ടി പ്ലസ് ആറിന് കിട്ടി. എ റേസ് ടു എസ് ഈക്വൽ ടു എ റേസ് ടു ക്യൂ ടി പ്ലസ് ആറിന് കിട്ടി. എ റേസ് ടു ക്യൂ ടി ഇൻറ്റു എ റേസ് ടു ആറിന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എ റേസ് ടു ക്യൂ ടി എ റേസ് ടു ക്യൂ ടി ഇൻറ്റു എ റേസ് ടു ആറ് എന്നല്ല ഉള്ളത്. നമുക്ക് എ റേസ് ടു ആറിന് നിർത്തിയിട്ട് ക്യൂ ടീനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഇൻവേഴ്സ് കൊണ്ട് നമ്മൾ എവിടെ മൾട്ടിപ്ലൈ ചെയ്യണം? എ റേസ് ടു ആർ ഈക്വൽ ടു എ റേസ് ടു എസ് ഇൻറ്റു എ റേസ് ടു മൈനസ് ക്യൂ ടി. ഇവിടെ എ റേസ് ടു മൈനസ് ക്യൂ ടി ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡില് എ റേസ് ടു മൈനസ് ക്യൂ ടി ഉണ്ട്. അതായത് ക്യൂ ടിയുടെ ഇൻവേഴ്സ് ആണ് മൈനസ് ക്യൂ ടി. എ റേസ് ടു എസ്, എ റേസ് ടു മൈനസ് ക്യൂ ടി, എ റേസ് ടു ക്യൂ ടി, എ റേസ് ടു ആറ്. എ റേസ് ടു മൈനസ് ക്യൂ ടിയും എ റേസ് ടു ക്യൂ ടിയും കൂടി എന്ത് വന്നു? ഐഡന്റിറ്റി വന്നു. മൈനസ് ക്യൂ ടി അല്ലട്ടോ, അതിന്റെ ഇൻവേഴ്സിനെയാണ് ഇപ്പൊ അങ്ങനെ പറയണത്. നമുക്ക് എ റേസ് ടു ആർ ഈക്വൽ ടു എ റേസ് ടു മൈനസ് ക്യൂ ടി ഇൻറ്റു എ റേസ് ടു എസ് എന്ന് കിട്ടി. നമ്മുടെ എ റേസ് ടു എസിന് ഒരു പേരുണ്ടല്ലോ, അതാണ് ബി. എനിക്ക് കിട്ടിയത് ബി എ റേസ് ടു ടി മൈനസ് ക്യൂ ഈക്വൽ ടു എ റേസ് ടു ആർ. ഇങ്ങനെ നമുക്ക് എഴുതാലോ. അപ്പൊ ബി എന്തായാലും എവിടെയുണ്ട്? എ റേസ് ടു ടിയുടെ ഇൻവേഴ്സ് ആണ് ഈ സംഭവം. എ റേസ് ടു ടി ക്യൂന്റെ ഇൻവേഴ്സ് ആണ് ഇപ്പൊ ഈ എഴുതിയിട്ടുള്ളത്. അത് എച്ചിലുണ്ട്.
എ റേസ് ടു ടിയും എച്ചിലുണ്ട്, അതേപോലെ തന്നെ എ റേസ് ടു മൈനസ് ടിക്കും എവിടെയുണ്ട്, എച്ചിലുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഈ ഒരു എ റേസ് ടു എസ് മൈനസ് ക്യൂ ടിയും എവിടെ ഉണ്ടായിരിക്കും, എച്ചിലുണ്ടായിരിക്കും അല്ലേ. എ റേസ് ടു എസ് മൈനസ് ക്യൂ ടിയും എച്ചിലുണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, എ റേസ് ടു ആറ് എച്ചിലുണ്ട്. അപ്പൊ നമുക്ക് കോൺട്രഡിക്ഷൻ വന്നു. കാരണം എന്താ, ഇത് കോൺട്രഡിക്ഷൻ വരാൻ കാരണം എന്താ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എച്ചിലുണ്ടാവുന്ന ഏറ്റവും കുഞ്ഞി പവർ എന്ന് പറയുന്നത് ടി ഡി ആയിരുന്നു. അപ്പൊ ടീനേക്കാളും കുഞ്ഞിതാണ് ആറ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, എ റേസ് ടു ടി എലമെന്റ് ഓഫ് എച്ച്, എ റേസ് ടു ടി ഈസ് എ സ്മോളസ്റ്റ് ഇൻറ്റീജർ എന്നുള്ള കൺസെപ്റ്റിനെയാണ് നമ്മൾ ഇവിടെ എന്ത് കൊണ്ടുവന്നത്, കോൺട്രഡിക്ഷൻ കൊണ്ടുവന്നത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്ത് പറയാം, ആറിന്റെ വാല്യൂ 0 എന്ന് പറയാം. ആറ് 0 ആയപ്പോ എസ് എന്തായി, ക്യൂ ടി ആയി. എ റേസ് ടു എസ് ഈക്വൽ ടു എ റേസ് ടു ക്യൂ ടി ഈക്വൽ ടു എ റേസ് ടു ടി റേസ് ടു ക്യൂ എന്ന് എഴുതാം. എ റേസ് ടു ടിന്റെ വാല്യൂ ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ എ റേസ് ടു എസിനെ എ റേസ് ടു ടിയുടെ പവറിൽ എഴുതണം എന്നല്ലായിരുന്നു, അവിടുന്നല്ലേ നമ്മൾ തുടങ്ങിയത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ആർബിറ്ററി ആയ ബി എന്ന എലമെന്റിനെ നമ്മള് എ റേസ് ടു ടിയുടെ രൂപത്തിൽ എഴുതാൻ പറ്റി. അപ്പൊ എന്താ നമുക്ക് മനസ്സിലായേ, എവരി എലമെന്റ് ഓഫ് എച്ച് ഈസ് ജനറേറ്റഡ് ബൈ എ റേസ് ടു ടി ആണ്. അതുകൊണ്ട് എച്ച് ആരാണ്, സൈക്ലിക് ആണെന്ന് മനസ്സിലായി. ഇനി അടുത്തൊരു പ്രൂഫ്, എവരി ഫൈനൈറ്റ് ഗ്രൂപ്പ് ഓഫ് order n is isomorphic to permutation group of order n. അപ്പം നമ്മൾ എന്ത് ചെയ്ത്, G is a finite group of order n. അതിനർത്ഥം ഇനി നമുക്ക് ഇത് എന്താ പറയണേന്ന് അറിയോ, ഏത് ഫൈനൈറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പും ഇപ്പൊ 3 ഓർഡർ ഈ ഒരു ഗ്രൂപ്പ് ആർക്ക് ഐസോമോർഫിക് ആണെന്നാ പറയണത്, S3ക്ക് ആയിരിക്കോ, അങ്ങനെയാണ് പറയണത്. S3 അതായത് പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ് ഓഫ് ഓർഡർ n എന്ന് പറയുന്നത് S3, S4, S5 അങ്ങനത്തെ സംഭവങ്ങൾക്ക് ഐസോമോർഫിക് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഐസോമോർഫിക് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം, ആദ്യം ഹോമോമോർഫിസം ആവണം. അതായത് നമ്മൾ പറഞ്ഞു രണ്ട് സെറ്റും G ഡോട്ടും H സ്റ്റാറും ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഹോമോമോർഫിസം എന്ന് പ്രൂവ് ചെയ്യാറ്, f of x dot y equal to f of x star f of y. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഹോമോമോർഫിസം എന്ന് പറയുക. ഇത് 1 1ഉം 1 കൂടി ആണെങ്കിൽ അതിനെ ഐസോമോർഫിസം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, G be a given group of order n എന്ന് എടുത്തു. അപ്പോ ജിയിലുള്ള ഒരു എലമെന്റ് ആണ് A. അപ്പൊ നമ്മൾ ഇവിടെ നമ്മൾ ഒരു മാപ്പിംഗ് ഉണ്ടാക്കുകയാണ്. എഫ് എ എക്സ് ഈക്വൽ ടു എ എക്സ് ഫോർ ഓൾ എക്സ് ഇൻ ജി എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. അപ്പൊ ഈ ഫംഗ്ഷൻ എന്തായാലും 1 1 ആയിരിക്കും, 1 2 ആയിരിക്കും. എങ്ങനെ 1 1 1 2 ഒക്കെ പ്രൂവ് ചെയ്യാം, എഫ് എ എക്സ് ഈക്വൽ ടു എഫ് എ വൈ എന്ന് കൊടുക്കും. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് വരും, എ എക്സ് ഈക്വൽ ടു എ വൈ. അപ്പൊ നമുക്ക് വൈ ലെഫ്റ്റ് ക്യാൻസലേഷൻ ലോ നമുക്ക് എന്ത് കിട്ടും, എക്സ് ഈക്വൽ ടു വൈന്ന് കിട്ടി. അപ്പോ എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി എന്ന് പറഞ്ഞിട്ട് എ ഈക്വൽ ടു ബി കിട്ടുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും, 1 1 ആണെന്ന് പറയും. അടുത്ത് നമ്മൾ കാണിക്കേണ്ടത് ഓൺ ടു ആണെന്നാണ്. ഓൺ ടു ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ബി എടുത്തു. ജിയിലുള്ള ഒരു എലമെന്റ് ആണ് ബി, എലമെന്റ് ഓഫ് ജി. അങ്ങനെയാണെങ്കിൽ ഈ എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി എന്ന് എഴുതി ഞാൻ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എഫ് എ ഇൻവേഴ്സ് ബി നമുക്ക് എന്താ കിട്ടുക, നമ്മുടെ ഡെഫിനിഷൻ എന്താണ്, എഫ് എ എക്സ് ഈക്വൽ ടു ഇവിടെയുള്ള എലമെന്റ് എടുത്ത് എഴുതി എക്സ് എഴുതി. അപ്പൊ ഇതെങ്ങനെ വരിക, ഇവിടെയുള്ള എലമെന്റ് എ, എന്നിട്ട് എക്സ് ഇവിടെ എന്താ കിടക്കുന്നത്, എ ഇൻറ്റു എ ഇൻവേഴ്സ് ബി. അപ്പൊ എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞ ഐഡന്റിറ്റി ആണ്. അപ്പൊ നമുക്ക് അതെന്ത് കിട്ടി, ബി ആണ് കിട്ടി. അപ്പോ എന്താണ്, ബി എലമെന്റ് ഓഫ് ജി എന്ന് എടുത്തിട്ട് നമുക്ക് എന്ത് കിട്ടി, അതിനൊരു പ്രീ ഇമേജ് ആണ് ആര്, എ ഇൻവേഴ്സ് ബി. അപ്പോ ഓൺ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യാം, ആർബിറ്ററി ആയിട്ട് നമ്മൾ എന്തെടുക്കും, ജി. ഇവിടെ ഫസ്റ്റ് ഉണ്ടായിരുന്നത് പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പും മറ്റേത് ജി ആണല്ലോ, അങ്ങനെയല്ല. ഇത് എവിടുന്ന് എവിടേക്കാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്, മാപ്പ് ചെയ്തിരിക്കുന്നത് എവിടുന്ന് എവിടേക്കാണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, എന്താണ്, ജിയിലുള്ള ഒരു എലമെന്റിനെ എടുത്തു കഴിഞ്ഞപ്പോ നമുക്ക് എന്ത് കിട്ടി, അത് ഇമേജ് ആയി വരണ ഒരു എലമെന്റ് ഇവിടുന്ന്
എ ഇൻവേഴ്സ് ബിനെ നമുക്ക് ഇവിടുന്ന് കിട്ടി. സോ ഇതെന്തായി, ഇത് ഓൺടു ആയി. 1 1 ഓൺടു ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, FA ഈസ് ഓൺടു എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് പറയാം, 1 1 ആണ്, ഓൺടു ആണ്. അപ്പൊ ആ സെറ്റ് FA എന്ന് പറയുന്നത് പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ് ആണ്. നമ്മള് പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു ശരിക്കും പറഞ്ഞ, ആ സെറ്റിലേക്ക് തന്നെ 1 1 ഓൺടു നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പറ്റാണ്. അതിനല്ലേ നമ്മൾ എന്ത് പറയാ, പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ് പറയാ. ഇപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലോ ജിയില്. അപ്പൊ നമ്മൾ പറയുന്നത്, നമ്മൾ ഉണ്ടാക്കിയ ഈ FA G' ഈക്വൽ ടു FA എന്ന് പറഞ്ഞ സംഭവം ഒരു ഗ്രൂപ്പ് ആണെന്നും കൂടി പറയണം. ഇതിപ്പോ നമ്മൾ ഉണ്ടാക്കിയ ആദ്യം ഒരു G മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് ഞാൻ എന്തുണ്ടാക്കി, ഒരു പെർമ്യൂട്ടേഷൻ ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ പറയണത് എന്താണ്, ഇതില് 1 1 ഓൺടു ഓക്കെ തന്നെ, ഹോമോമോർഫിസം കൂടി നമുക്ക് കാണിക്കാനുണ്ട്. അപ്പൊ അതിനു മുന്നേ നമ്മൾ എന്ത് പറയണം, നമ്മൾ ഉണ്ടാക്കി ഈ പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ ഈ സംഭവം ഗ്രൂപ്പ് ആണ്, ഫോംസ് എ ഗ്രൂപ്പ് ഓഫ് പെർമ്യൂട്ടേഷൻ ആണെന്ന് നമുക്ക് കാണിക്കാനുണ്ട്. അത് കാണിക്കാൻ വേണ്ടിയിട്ട് G' എടുത്തു, FA such that A element of G ആണ്. കോമ്പോസിഷൻ മാപ്പിംഗ് അസോസിയേറ്റീവ് ആണെന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് അത് പ്രൂവ് ചെയ്യണ്ട. ഇനിയിപ്പോ എന്തൊക്കെ പ്രൂവ് ചെയ്യാണ്ട്, ക്ലോസ്ഡ് ആണെന്നും ഐഡന്റിറ്റി ഉണ്ടെന്നും ഇൻവേഴ്സ് ഉണ്ടെന്നും പ്രൂവ് ചെയ്യണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്ഡും ഇൻവേഴ്സും മാത്രം മതി. പക്ഷെ ഇവിടെ അടുത്ത ഐഡന്റിറ്റി നമുക്ക് പെട്ടെന്ന് അറിയാത്തത് കൊണ്ട് ഐഡന്റിറ്റിയും കൂടി നമുക്ക് പ്രൂവ് ചെയ്യണം. ഇപ്പോ ഇതിലുള്ള ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഇരിക്കുക, Fന്റെ അടിയിൽ B, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇരിക്കുക. FA FB എല്ലാം നമ്മൾ എവിടുന്ന് എടുത്തു, G' എടുത്തു. ഇനി നമ്മൾ കാണിക്കാൻ പോണത് എന്താണ്, ഇത് ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ത് കാണിക്കണം, 2 എലമെന്റ്സ് എടുത്തിട്ട് ഓപ്പറേറ്റ് ചെയ്തിട്ട് അത് എവിടെ ഉണ്ടെന്ന് കാണിക്കണം, G' ഉണ്ടെന്ന് കാണിക്കണം. G' ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് Fന്റെ അടിയിൽ AB എന്ന് കടന്നു വരണം. അപ്പൊ അത് കടന്നു വരാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, FA FB H എന്ന് എടുത്തു. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, FBH ഇങ്ങനെ എഴുതാം. ഇനി ഇവരുടെ ഡെഫിനിഷൻ പ്രകാരം FBH നമുക്ക് എങ്ങനെ എഴുതാം, BH എന്ന് എഴുതാം. ഇനി FABH, അപ്പൊ നമ്മുടെ FAHന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞ AH ആണ്. ഇവിടെയുള്ള എലമെന്റ് ഏതാണ്, A. ഇതിന്റെ ഉള്ളിലുള്ളത് ആരാണ്, BH. അപ്പൊ ABH എന്ന് കിട്ടി. ഇതിന് നമ്മൾ ഇങ്ങനെ എഴുതാണെങ്കിൽ എങ്ങനെ, ABHന്റെ ഇമേജ് ആയി വരുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, FABH. ഇതെന്തായാലും Fന്റെ അടിയിൽ എഴുതിയ ഒരു ടേം ആയിട്ട് കിട്ടി നമുക്ക്. അങ്ങനെ കിട്ടിയാലാണ് അത് എവിടെ ഉണ്ടാവും, Fന്റെ അടിയിൽ ഒരു ടേം ഉണ്ടാവണം. ആ AB എവിടെ ഉണ്ടാവണം, Gയിൽ ഉണ്ടാവണം. ഇവിടുത്തെ AB എന്തായാലും Gയിൽ ഉണ്ടാവില്ലേ, കാരണം G ആരാണ്, G ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് അത് എന്തായാലും ഉണ്ടാവും. അപ്പൊ ഇതെന്താണ്, ഇത് എലമെന്റ് ഓഫ് G' ആണ്. അപ്പൊ നമുക്കത് ഉറപ്പായി. ഇങ്ങനെ ഇത് രണ്ടുമായിട്ടാണ് ഇരുന്നിരുന്നത്. മറ്റേത് നമ്മൾ എന്ത് ചെയ്തു, Fന്റെ അടിയിൽ രണ്ടിനെയും ഒന്നാക്കി. അപ്പൊ G' നമുക്ക് എന്താന്ന് കിട്ടി, ക്ലോസർ ആണെന്ന് കിട്ടി. ഇനി ഞാൻ അടുത്ത് പ്രൂവ് ചെയ്യാൻ പോണത്, ഇവിടുത്തെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് FE എന്ന രൂപത്തിലാണ് ഇരിക്കുക. ഇതിൽ E എന്ന് പറയുന്നത് ഐഡന്റിറ്റി എലമെന്റ് ഇൻ G ആണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് അത് എഴുതി കൊടുത്താൽ മതി, FA FEH. ഇതിനെ നമുക്ക് എഴുതുമ്പോ എങ്ങനെ കിട്ടും, FA ഇത് ഐഡന്റിറ്റി ആണല്ലോ, ഇവിടെ ഐഡന്റിറ്റി ആണ്. ഇത് നമ്മൾ ജസ്റ്റ് വെറുതെ എഴുതണുള്ളൂ. FA FE നമ്മുടെ ഐഡന്റിറ്റിയുടെ ഡെഫിനിഷൻ പ്രകാരം FE ആണ് നമ്മുടെ ഐഡന്റിറ്റി. അപ്പോ എലമെന്റ് ഇൻറ്റു ഐഡന്റിറ്റി നമുക്ക് എലമെന്റ് തന്നെ കിട്ടും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഐഡന്റിറ്റി എന്ന് പറയാ. അപ്പൊ FA ഇൻറ്റു FE നമുക്ക് എന്തെന്നെ കിട്ടി, FA തന്നെ കിട്ടി. നമ്മൾ തിരിച്ചു എഴുതി. അപ്പൊ ഇവിടെ നമുക്ക് എന്താ കിട്ടിയ, FE ഈസ് ഐഡന്റിറ്റി എലമെന്റ് എന്ന് കിട്ടി. അടുത്തത് FAയുടെ ഇൻവേഴ്സ് ആണ് ആര്, FA ഇൻവേഴ്സ്. അപ്പൊ നമുക്ക് എന്ത് എഴുതി, FA ഇൻറ്റു F ഇൻവേഴ്സ്. ഇനി നമുക്ക് എങ്ങനെ എഴുതാം, FA ഇൻവേഴ്സ് ഈക്വൽ ടു FE എന്ന് കിട്ടി. അപ്പൊ ഇവിടുന്ന് നമുക്ക് എന്ത് പറയാം, ഇവിടെ FE ആണ് നമ്മുടെ ഐഡന്റിറ്റി എലമെന്റ്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തപ്പോ ഇതാണ് ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, ഇതിന്റെ ഇൻവേഴ്സ് ആണ് FA ഇൻവേഴ്സ്. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പ്രൂഫാണ്. സ്കിപ്പ് ചെയ്താലും കുഴപ്പമുണ്ടാവില്ല. അറിയില്ലേ ആ എക്സാം ടൈമിൽ ഏതാണ് ചോദിക്കാൻ നമുക്കറിയില്ലല്ലോ.
ഇപ്പൊ നമുക്ക് കിട്ടിയത് ജി ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രൂപ്പ് ഓഫ് പെർമുട്ടേഷൻ ആണ്. അപ്പൊ എന്ത് പറയാം? ഇപ്പൊ ഗ്രൂപ്പ് ആയിട്ടുണ്ട് ആര്? നമ്മുടെ ജി ഡാഷ്. ഇനി നമുക്ക് ഇത് ഐസോമോർഫിക് ആണെന്ന് പറയണം. എവിടുന്ന് എവിടേക്ക് കാണണം? ജി ഈസ് ഐസോമോർഫിക് ടു ജി ഡാഷ്. ജിന്ന് ജി ഡാഷിലേക്കാണ് നമ്മൾ ഐസോമോർഫിക് ആണെന്ന് കാണിക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ മാപ്പിംഗ് ഡിഫൈൻ ചെയ്യാണ്. ഫൈ ഫ്രം ജി ടു ജി ഡാഷ് ഡിഫൈൻഡ് ബൈ ഫൈ ഓഫ് എ ഈക്വൽ ടു എഫ് എ എന്നാണ് അതിന്റെ ഡെഫിനിഷൻ. എന്തായാലും 1 1 1 2 ഒന്നും ഇനിയും പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. വേണമെങ്കിൽ പ്രൂവ് ചെയ്യാം. അതെങ്ങനെ പ്രൂവ് ചെയ്യാം? ഫൈ ഓഫ് എ ഈക്വൽ ടു ഫൈ ഓഫ് ബി എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ എഫ് എ ഈക്വൽ ടു എഫ് ബി ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഇതെന്തായാലും എന്തായിരിക്കും? 1 1 ആയിരിക്കും. സിമിലർലി വി ക്യാൻ സേ ഇറ്റ് ഈസ് ഓൺ ടു എന്ന് പറഞ്ഞു. അപ്പൊ അത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ് ക്ലിയർലി എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യാ? ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള കേസ് ഹോമോമോർഫിസം എന്ന് പറഞ്ഞിട്ടില്ല ഈ ഒരു മാപ്പ്. അപ്പോൾ ഹോമോമോർഫിസം എന്ന് പറയുകയാണെങ്കിൽ ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി ഈക്വൽ ടു എഫ് എ ഇൻറ്റു എഫ് ബി. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് എ ബി എന്ന് എഴുതാം. ഇത് ഫൈ ഓഫ് എ ബി. അപ്പൊ ഇതെന്തായി? ഫൈ ഓഫ് എ ഇൻറ്റു ഫൈ ഓഫ് ബി ഈക്വൽ ടു ഫൈ ഓഫ് എ ബി എന്ന് എഴുതാണെങ്കിൽ ഫൈ എന്താണ്? ഹോമോമോർഫിസ് ആയി. അപ്പൊ ഇവിടെ നമുക്ക് നേരത്തെ 1 1 1 2 ആണെന്ന് പറഞ്ഞു വെച്ചുല്ലോ. അപ്പൊ അവിടുന്ന് എന്ത് പറയാം? നമുക്ക് ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്താം? എ ഈക്വൽ ടു ബി എന്നും കൂടി പറയാം. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇതൊരു ഐസോമോർഫിസം ആണെന്ന് പറയാം. അടുത്ത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഇനി ഗ്രൂപ്പ് ജി സ്റ്റാർ. ബാക്കിയുള്ളത് എനിക്ക് ഇത്രയ്ക്കും ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. ഈ ഒരു പ്രൂഫാണ് കുറച്ചും കൂടി കടുപ്പായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം അതിൽ നമ്മൾ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യണം. ഒന്ന് നിങ്ങൾ നോക്കിയിട്ട് പോവാ. ഇനി ഇത് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറി ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ അത് ലഗ്രാഞ്ച് തിയറി ആണ്. അതാണ് നമ്മുടെ അവസാന ടോപ്പിക്. ഇനി ഗ്രൂപ്പ് G star, the power of any fixed element a element of G constitute a subgroup of G. നമ്മൾ പറയുന്നത് എന്റെ ഏത് പവർ എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും? എന്റെ ഇങ്ങനെ പവേഴ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതൊരു സബ് ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യണം എന്നാണ് പറയുന്നത്. സബ് ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ എന്താണ്? ക്ലോസ്ഡ് ആണ്, അസോസിയേറ്റീവ് ആണ്. പിന്നെ എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? ഇൻവേഴ്സ് എലമെന്റ് അവിടെ ഉണ്ടെന്ന് കാണിക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ജി ഡാഷ് ഈക്വൽ ടു എ സ്ക്വയർ എ ക്യൂബ് എക്സെട്ര കൺസിസ്റ്റ് ഓഫ് ഓൾ പവേഴ്സ് ഓഫ് ജി എന്ന് പറഞ്ഞെടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ജി ഡാഷ് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി ആണ് പ്രൂവ് ചെയ്യാം. ഫസ്റ്റത്തെ എന്താണ്? ഇത് ക്ലോസ്ഡ് ആണെന്ന് പറയണം. അപ്പൊ ക്ലോസ്ഡ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഇതിലുള്ള 2 എലമെന്റ്സ് എടുത്ത് എ റേസ് ടു ആറും എ റേസ് ടു എസും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എ റേസ് ടു ആർ പ്ലസ് എസ്. ഇപ്പൊ നമുക്ക് 2 എലമെന്റ്സ് എടുത്ത് ഓപ്പറേറ്റ് ചെയ്തപ്പോ അത് എന്റെ പവർ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ കിടക്കുന്നുണ്ടാവും? എന്റെ എല്ലാ പവേഴ്സിനും നമ്മൾ ജി ഡാഷിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എവിടെ ഉണ്ടാവും? ജി ഡാഷിൽ ഉണ്ടായിന്ന് കിട്ടി. ഇനി അടുത്തത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 3 എലമെന്റ്സ് എടുത്തു. ഇതിലും എലമെന്റ്സ് എല്ലാം പവേഴ്സ് രൂപത്തിലായിരിക്കുന്നത്. എ റേസ് ടു ആറ്, എ റേസ് ടു എസ്, എ റേസ് ടു ടി. അപ്പൊ ഇതെടുത്ത് ഓപ്പറേറ്റ് ചെയ്തപ്പോ എനിക്ക് എന്ത് കിട്ടി? എ റേസ് ടു ആറ് പുറത്തുണ്ട്. എ റേസ് ടു എസ് ഇൻറ്റു എ റേസ് ടു ടി ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എ റേസ് ടു ആർ ഇൻറ്റു എ റേസ് ടു എസ് ഇൻറ്റു എ റേസ് ടു ടി നമുക്ക് എങ്ങനെ എഴുതാം? എ റേസ് ടു എസ് പ്ലസ് ടി എന്ന് കിട്ടും. ഇത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എ റേസ് ടു ആർ പ്ലസ് എസ് പ്ലസ് ടി എന്ന് കിട്ടി. ഇനി ജസ്റ്റ് ബ്രാക്കറ്റ് മാറണതാണല്ലോ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ശരിക്കും പറഞ്ഞാ ഇത് പ്രൂവ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോ ഇത് അസോസിയേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ തിയറത്തിന് സ്റ്റേറ്റ് ചെയ്യണ്ട. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ക്ലോഷറും ഇൻവേഴ്സും മാത്രം എഴുതുകയാണെങ്കിൽ ആ തിയറത്തിന് സ്റ്റേറ്റ് ചെയ്തിട്ട് ചെയ്താൽ മതി. എന്താ പറഞ്ഞതെന്ന് മനസ്സിലായോ? ക്ലോഷറും പിന്നെ ഇൻവേഴ്സ് ഉണ്ടെന്നും പിന്നെ നോൺ എംപ്റ്റി ആണെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ മതി. അല്ലെങ്കിൽ നമുക്ക് ഗ്രൂപ്പിന്റെ എല്ലാ കണ്ടീഷൻസും കാണിക്കാം. ഏതാണ് നിങ്ങളുടെ ഇഷ്ടം അത് വെച്ച് ചെയ്യാം. അപ്പൊ ഇവിടെ ഞാൻ ഗ്രൂപ്പിന്റെ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ 4 കണ്ടീഷനല്ലേ ഉള്ളൂ. പിന്നെ ഇത് അത്ര വലിയ ടഫും ഇല്ല. ഇനി ഐഡന്റിറ്റി ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഐഡന്റിറ്റി ഉണ്ട് നമുക്ക് കാണിക്കണം. ഞാൻ എന്ത് ചെയ്തു? ഇവിടുന്ന് ഒരു എലമെന്റ് എടുത്തു, ജി ഡാഷിന്ന് ഒരു എലമെന്റ് എടുത്തു, എ റേസ് ടു ആറ്. അപ്പോ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ ഐഡന്റിറ്റി. ഇതിപ്പോ മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഇങ്ങനെ പോവല്ലേ.
ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ തന്നെയല്ലേ ചെയ്യുന്നത്, എകളുടെ പവറിന് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഐഡന്റിറ്റി 1 ആണ്. 1 ആണെങ്കിൽ നമ്മൾ എയുടെ പവറിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ എഴുതാം? a⁻0 എലമെന്റ് ഓഫ് g ഡാഷ് എന്ന് പറയാം ആയിരിക്കുള്ളൂ. കാരണം എയുടെ പവറുള്ളതൊക്കെ g ഡാഷിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a⁻0യും എവിടെ ഉണ്ടാവും? g ഡാഷിൽ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് എന്ന് പറയാം, for every a⁻r element of g dash we get അത് എഴുതണ്ടേ? we get a⁻0 element of g dash such that a⁻r into a⁻0 equal to a⁻r into 1 എന്ന് പറഞ്ഞാൽ a⁻r എന്ന് കിട്ടും. a⁻0 into a⁻r. സോ എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി വെരിഫൈ ചെയ്തു. ഇനി നമുക്ക് എന്തുകൂടി പ്രൂവ് ചെയ്യാണ്ട്? ഇതിന്റെ ഇൻവേഴ്സ് എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി ഏതില്ലേ? എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി ഈസ് verified. Existence of identity is verified എന്ന് കിട്ടി. ഈ ലാസ്റ്റത്തെ സാധനം എന്താണ്? ഇൻവേഴ്സ് എലമെന്റ് ഉണ്ടെന്ന് കാണിക്കണം. അപ്പൊ a⁻r എലമെന്റ് ഓഫ് g ഡാഷ് എടുത്തു. നമുക്ക് എന്ത് കിട്ടും? a⁻r നമുക്ക് g ഡാഷിൽ കിട്ടും. സച്ച് ദാറ്റ് a⁻r into a⁻r ചെയ്താൽ a⁻r a⁻0 a⁻0 ആണ് നമ്മുടെ ഐഡന്റിറ്റി. ഇനി ഇത് തിരിച്ചു എഴുതാം. അപ്പൊ എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് എലിമെന്റും നമ്മൾ എന്ത് ചെയ്തു? വെരിഫൈ ചെയ്തു.